മുഞ്ഞയെ കളയാനുള്ള ഐറ്റം നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു. ഞാൻ പറഞ്ഞതിനോട്ട് വളരെ സൂക്ഷിച്ച് മാത്രമേ ഉപയോഗിക്കാവൂ. ഡേഞ്ചർ ഐറ്റമാണ്. കണ്ണിലൊക്കെ വീണ് കഴിഞ്ഞാൽ വളരെയധികം പ്രശ്നങ്ങളുണ്ടാക്കും. ഇതിലൊരു തുള്ളി വീണാൽ പിന്നെ നമ്മുടെ പയറിൽ മുഞ്ഞ തിരിഞ്ഞു പോലും നോക്കത്തില്ല. ഇന്നും നമ്മൾ കൃഷി സംബന്ധമായ മറ്റൊരു കാര്യം തന്നെയാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പയറിൽ മുഞ്ഞ കയറുന്ന ബന്ധപ്പെട്ടൊരു വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിരുന്നു. അന്ന് ഒരു 2 ദിവസം പിന്നെ നമ്മുടെ ഈ ഒരു മുഞ്ഞ നമ്മുടെ ഈ ഒരു പയറിലേക്ക് കയറിയിട്ടില്ല. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് വീണ്ടും നമ്മുടെ പയറിലേക്ക് നന്നായിട്ട് കിളിച്ചിറങ്ങിയ ഒരു പയറിലേക്കൊക്കെ മുഞ്ഞ നല്ല രീതിയിൽ കയറി. ഇതിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പയറിനെയും അതുപോലെ തന്നെ ചെടിയെല്ലാം നല്ല രീതിയിൽ ഇല്ലായ്മയാക്കി കളയും. പിന്നെ ഒന്നിനും കൊള്ളാത്ത രീതിയിലേക്കാകും. അപ്പം നമ്മുടെ അന്ന് ചെയ്ത ആ ഒരു സാധനം ഫലപ്രദമായെങ്കിലും ഒരു 2-3 ദിവസം മാത്രമേ അതിൻ്റെ എഫക്റ്റ് നിന്നുള്ളൂ. എന്നാൽ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഈ ഒരു മരുന്നുണ്ടല്ലോ, ഈ ഒരു മരുന്നടിച്ചാൽ പിന്നെ മുഞ്ഞ ജീവിതത്തിൽ ഈ ഒരു പയറിലേക്ക് തിരിഞ്ഞു പോലും നോക്കത്തില്ല. അമ്മാതിരി ഒരു ഐറ്റമാണ്. അതിനുവേണ്ടി വേണ്ടുന്നൊരു മെയിൻ ഘടകം എന്ന് പറയുന്നത് എൻ്റെ കയ്യിരിപ്പുണ്ട്. നിങ്ങൾ കണ്ടാൽ മനസ്സിലായി കാണും, നമ്മുടെ പുകയിലയാണ് കേട്ടോ, പുകയില. അപ്പം ഇത് മാത്രം പോരാ, ഇതിൻ്റെ കൂടെ ഒരു കിഡിലൻ ഐറ്റം വേറെ ഒന്നുകൂടെ വേണം. അതുകൂടെ ഒന്ന് കാണിച്ചു തരാം. എന്നിട്ട് നമ്മുടെ ഒരു കുറ്റിപ്പയർ എന്ന് പറഞ്ഞാൽ നമ്മൾ വെച്ചിരുന്ന സാധനം ശരിക്കും പറഞ്ഞാൽ കുറ്റിപ്പയർ അല്ലായിരുന്നു കേട്ടോ, അത് വള്ളിപ്പയർ തന്നെയാണ്. നമ്മൾ കുറ്റിപ്പയർ തന്നെയാണ് മേടിച്ചത്. പക്ഷേ അവർ തന്നത് മാറിപ്പോയതാവാനാണ് സാധ്യത. അപ്പം നമ്മൾ ഇതിന് വേണ്ടിയിട്ടും പന്തലിപ്പം ഒരിക്കും എപ്പോഴും ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിതല്ല, നമ്മുടെ മെയിൻ ഘടകം ഞാൻ പറഞ്ഞ മുഞ്ഞ ഓടിക്കാനുള്ള രണ്ടാമത്തെ ഘടകം നമുക്കിത് ഇപ്പുറത്താണ് നിൽക്കുന്നത്. ഇതാണ് ഐറ്റം, നമ്മുടെ സ്വന്തം കാന്താരി. ഈ ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ ഇനി ഒരു മുഞ്ഞയെ പൂർണ്ണമായിട്ടും ഓടിക്കാൻ പോകുന്നത്. അതിനോടൊപ്പം നമ്മൾ ഈ പുകയിലും ചേർക്കും. അപ്പം നമുക്ക് ഒരു കുറച്ച് ഈ ഒരു മുളക് പിച്ചെടുക്കുക, ഒരു 10-15 മുളക് പിച്ചെടുക്കാം. നമ്മുടെ ഒരു പുകയിലയും കാന്താരിയും നമ്മളിവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ കാന്താരിയും പുകയിലയും നമുക്ക് ഇങ്ങനല്ല വേണ്ടുന്നത്. കാന്താരി നമുക്ക് നല്ലപോലെ അരച്ച്, അതായത് മിക്സിയിൽ അരച്ച് വേണം എടുക്കാൻ. ഈ ഒരു പരുവത്തിൽ ഞാൻ കുറച്ച് കാന്താരി എടുത്തിട്ട് മിക്സിയിൽ അരച്ച് ചെറിയ രീതിയിൽ വെള്ളം ചേർത്ത് അരച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ വേണ്ടുന്നത് നമ്മുടെ ഈ ഒരു പുകയില വെള്ളത്തിലിട്ട്, അതായത് തലേ ദിവസം വെള്ളത്തിലിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കുതിർത്ത് വെച്ചിരിക്കണം. കാരണം നമുക്ക് ഇതിനെ എടുത്തൊന്ന് പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ നീരാണ് നമുക്ക് വേണ്ടുന്നത്. അപ്പം ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ഈ ഒരു കാന്താരി എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ച് മാത്രമേ എടുക്കാവൂ. കാരണം നമുക്കറിയാം ഭയങ്കരമായി നീറ്റിലുണ്ടാകുന്നതാണ്. ഒന്നീ ഗ്ലൗസ് വല്ലതും ഉപയോഗിച്ച് മാത്രമേ ഈ ഒരു സാധനം ചെയ്യാൻ ശ്രമിക്കാവൂ കേട്ടോ. കണ്ണിലോ നമ്മുടെ കയ്യിലൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഭയങ്കരമായി നീറ്റിലുണ്ടാകും. നമുക്കിനി ചെയ്യേണ്ടുന്നത് ഈ ഒരു പുകയിലെടുത്ത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് നമുക്കൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റണം. അപ്പോൾ അതുകൂടെ ചെയ്യാം. ഈ ഒരു പുകയില നമ്മൾ ഈ ഒരു വെള്ളത്തിൽ നിന്ന് എടുത്ത് ജസ്റ്റ് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാൻ പോവുകയാണ്. നമുക്ക് കൈകൊണ്ട് എടുക്കുമ്പോൾ ഒരു സ്മെല്ലും ഉണ്ടാവുമെങ്കിലും നമുക്ക് നന്നായിട്ട് കഴുകിയാൽ മതി. പക്ഷേ ഒരു കാരണവശാലും കാന്താരി നമ്മൾ കൈകൊണ്ട് എടുത്തിട്ട് ഒന്നും ചെയ്യാൻ ശ്രമിക്കരുത്. അപ്പം ഞാനിത് കൈകൊണ്ട് എടുത്തിട്ടേ ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ച് പിഴിഞ്ഞ് മാറ്റുകയാണ്. ഇന്നലെ ഇട്ടുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ നമ്മൾ നീരിറങ്ങാൻ നല്ല സാധ്യതയുണ്ട്. അപ്പം നല്ലപോലെ പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഈ ഒരു നീര് നമുക്ക് മാറ്റിയേക്കാം. നമ്മുടെ ഒരു പുകയിലയുടെയും അതുപോലെ തന്നെ കാന്താരി മുളകിൻ്റെയും നീരാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്കിവനെ ഒന്നും കൂടെ ഒന്ന് അരിച്ചെടുക്കണം. അതായത് കാന്താരി മുളകിനെ ഒന്നുകൂടെ ഒന്ന് അരിച്ചെടുക്കുന്ന നല്ലതായിരിക്കും. കാരണം നമ്മൾ ഈ സ്പ്രേയറിനകത്ത് കുടുങ്ങാൻ പാടില്ല. സ്പ്രേയറിനകത്തൂടെ അല്ലാതെ നമുക്ക് മറ്റൊരു രീതിയിലും ഇതിനെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കരുത്. ഞാൻ പറഞ്ഞതിൻ്റെ കൈയൊക്കെ പൊള്ളാൻ വളരെയധികം സാധ്യത കൂടുതലാണ്. അപ്പം നമ്മളിനി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു കാന്താരി മുളകിൻ്റെ നീരിനെയും അതുപോലെ തന്നെ പുകയില ചാറിനെയും നമ്മൾ ഒരു 1.5 ലിറ്ററോളം വെള്ളത്തിൽ ചാലിച്ചിട്ട് നമ്മൾ ഈ ഒരു സ്പ്രേയറിലേക്ക് മാറ്റണം കേട്ടോ. അപ്പോൾ അതാണ് അടുത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് ആ ഒരു സ്പ്രേയറിനകത്തേക്ക് മാറ്റാം. മുഞ്ഞയെ കളയാനുള്ള ഐറ്റം നമ്മൾ റെഡിയാക്കി കഴിഞ്ഞു. ഞാൻ പറഞ്ഞതിനോട്ട് വളരെ സൂക്ഷിച്ച് മാത്രമേ ഉപയോഗിക്കാവൂ. ഡേഞ്ചർ ഐറ്റമാണ്. കണ്ണിലൊക്കെ വീണ് കഴിഞ്ഞാൽ വളരെയധികം പ്രശ്നങ്ങളുണ്ടാക്കും. ഞാനപ്പോൾ ആദ്യം കാണിച്ച ആ ഒരു പയറിലേക്ക് തന്നെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതിനോട്ട് വളരെ പറ്റം പിടിച്ചതിരിക്കുകയാണ്. ഒരു രക്ഷയില്ല ഇതിനെ കൊണ്ട്. അതിനുവേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സാധനം ഉണ്ടാക്കിയിരിക്കുന്നത്. ഡയറക്റ്റ് നമുക്ക് ഇതിന് മുകളിലേക്ക് ഇങ്ങനെ അടിക്കാം. നമുക്ക് എത്ര ദിവസങ്ങളൊന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഉണ്ടാക്കിയ ഉടനെ തന്നെ അടിക്കാവുന്നതാണ്. പുകയില മാത്രം നിങ്ങൾ കൊണ്ടുവന്നിട്ട് തലേദിവസം ഈ ഒരു വെള്ളത്തിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുതിർത്തെടുത്താൽ മാത്രം മതി കേട്ടോ. ഇതിൽ കണ്ടാൽ മനസ്സിലാവും നല്ല രീതിയിൽ തന്നെ ഒരു മുഞ്ഞ ഈ ഒരു പയറിലേക്ക് പിടിച്ച് കയറി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിനിങ്ങനെ ഓടിക്കാനായിട്ട് ഈ ഒരു ഡേഞ്ചർ ഐറ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, ഒരു കാരണവശാലും നിങ്ങൾ മാസ്ക് ഇല്ലാതെ അല്ലെങ്കിൽ കയ്യിൽ ഗ്ലൗസ് ഇല്ലാതെ ഈ സാധനം ഉപയോഗിക്കാൻ നിൽക്കരുത്. ഭയങ്കരമായ രീതിയിൽ നമുക്ക് ഇതിന് ദോഷം ഉണ്ടാക്കും. അത് നമ്മുടെ കണ്ണിലൊക്കെ വീണ് കഴിഞ്ഞാൽ ഭയങ്കര നീറ്റിലാവും. അല്ലാതെ മറ്റൊന്നുമല്ല, നമ്മുടെ ശരീരത്തിന് കേടൊന്നും അല്ലെങ്കിൽ പോലും നീറ്റിലുണ്ടാക്കാൻ വളരെ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഈ സാധനം ഒന്ന് വീട്ടിലുണ്ടാക്കാൻ ശ്രമിക്കുക. വളരെ നാച്ചുറലായിട്ടുള്ള ജൈവമായിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ ഭൂമിക്കോ അല്ലെ നമുക്ക് കേടുവരുന്ന ഒന്നും തന്നെ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കുക കേട്ടോ.